الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെയാണ് മുഅ്ജിസത്തുകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നാം പരിശോധിച്ചാൽ വലിയ അത്ഭുതങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം പ്രവാചകനായി കടന്നു വന്ന കാലഘട്ടത്തിലെ ആളുകൾ, മനുഷ്യർ, ജാലവിദ്യയിൽ പേരുകേട്ട ആളുകളായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം നബിയായി, പ്രവാചകനായി കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മുഅ്ജിസത്ത് അവരെ ചിന്തിപ്പിക്കുന്ന, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. അവർ ജാലവിദ്യയിൽ പേരുകേട്ട ആളുകളാണ്. അല്ലാഹു മൂസാ നബിക്ക് നൽകിയ മുഅ്ജിസത്ത് എന്താണ്? ഒന്ന്, അദ്ദേഹം തൻ്റെ കയ്യിലുള്ള വടി താഴേക്കിട്ടാൽ അത് പാമ്പായി മാറും. അതൊരു വല്ലാത്ത അത്ഭുതമായിരുന്നു. അവർ കാണിക്കുന്ന ചെറിയ മാജിക്കുകളെയെല്ലാം കവച്ചുവെക്കുന്ന, അല്ലെങ്കിൽ അതിനെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ മുഅ്ജിസത്ത് അവരുടെ ഇടയിൽ പ്രകടമാക്കുകയുണ്ടായി. എന്നാൽ ആ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആളുകൾക്കാണ് ആ മുഅ്ജിസത്ത് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കാണ് അത് കാണാൻ പറ്റിയത്. അത് നിലനിൽക്കുന്നൊരു മുഅ്ജിസത്തല്ല എന്നർത്ഥം. മഹാനായ ഈസാ നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ
ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ചികിത്സകൾ കൊണ്ട് ആളുകൾ പ്രസിദ്ധരായ കാലഘട്ടമാണ്. പല രീതിയിലുള്ള ചികിത്സകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മുഅ്ജിസത്താണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയത്. വെള്ളപ്പാണ്ട് ബാധിച്ച രോഗികളെ അദ്ദേഹം തടവിയപ്പോൾ അവരുടെ അസുഖം ഭേദമായി, അവരുടെ അസുഖം മാറുകയുണ്ടായി. അതേപോലെ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം അതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. ആ രോഗം ബാധിച്ച ആളുകളെയൊക്കെ അവർ ഒരു കുഴി കുത്തി ആ കുഴിയിലാണ് അവർ പാർപ്പിക്കുന്നത്. ആ രോഗം പടരുന്നത് കാരണം അവരുടെ സമീപത്തേക്ക് ആളുകൾ പോകാൻ പേടിച്ചു നിന്ന കാലഘട്ടമാണ്. ചരിത്രം പറയുന്നത് അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവുമെല്ലാം ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ ആ കുഴിയിലേക്ക് എറിഞ്ഞുകൊടുത്തു എന്നാണ്. എന്നാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ കുഴികളിലേക്ക് ഇറങ്ങിച്ചെന്നു, അവരെ ചികിത്സിച്ചു, അവരുടെ അസുഖം ഭേദമാക്കി. അത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത മുഅ്ജിസത്താണ്, ഒരു അമാനുഷികമായ ദൃഷ്ടാന്തമാണ്. എന്നാൽ ആ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് അവരാണ് കണ്ടത്. ആ ആളുകൾക്കാണത് കാണാനും അറിയാനും അനുഭവിക്കാനും സാധിച്ചത്. അത് കഴിഞ്ഞുള്ള തലമുറക്കത് കാണാൻ അവസരമുണ്ടായിട്ടില്ല. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ പറഞ്ഞയക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ബോധ്യമാകുന്ന, ഇയാളൊരു സാധാരണ നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യനല്ല, ഇയാൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ഇയാൾ ദൈവീകമായ ചില കൽപ്പനകൾ ലഭിച്ചയാളാണ് എന്നവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ മുഅ്ജിസത്തുകൾ അമ്പിയാക്കൾ പ്രകടമാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കുള്ള പ്രവാചകനല്ല. മൂസാ നബിയും ഈസാ നബിയും അയ്യൂബ് നബിയും സ്വാലിഹ് നബിയും ഒക്കെ ഓരോ കാലഘട്ടത്തിലേക്കുള്ള പ്രവാചകന്മാരാണ്, ഓരോ സമൂഹത്തിലേക്കുള്ള പ്രവാചകന്മാരാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താ? ഖുർആൻ തന്നെ പറഞ്ഞത് ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുള്ള സകല മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ്, എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായത് മുതൽ, പ്രവാചകത്വം ലഭിച്ചത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെ എത്ര മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരിലേക്ക് എല്ലാവരിലേക്കുമുള്ള ദൂതനാണ്, നബിയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദ. നിന്നെ നാം മനുഷ്യരിലേക്കുള്ള ദൂതനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. മനുഷ്യരിലേക്കുള്ള ആമത്തായി ആ സകല മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ പ്രവാചകന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിരക്കണക്കിന് മുഅ്ജിസത്തുകളുണ്ട്. ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് നബിയുടെ മുഅ്ജിസത്താണ്. ചന്ദ്രനെ പിളർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മുഹമ്മദ് നബിയുടെ പ്രത്യേകത എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ശേഷം എന്ത് ചെയ്യും? പ്രവാചകൻ അനുയായികൾ ഉണ്ടാകും. അവർക്കുകൂടെ അംഗീകരിക്കാൻ സാധിക്കുന്ന, അവർക്കുകൂടെ ഉൾക്കൊള്ളാൻ സാധ്യമാകുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ഏത് സാഹചര്യത്തിലും അദ്ദേഹം നബിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മുഅ്ജിസത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. കാരണം എന്താ? മൂസാ നബിൻ്റെ മുഅ്ജിസത്ത് ആ ആളുകൾക്ക് മാത്രമുള്ളതാണ്. ഈസാ നബിയുടേത് ആ ആളുകൾക്കുള്ളതാണ്. ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുന്ന മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ ഖുർആനിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഖുർആനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ഏതൊരാൾക്കും ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും പറയാൻ സാധിക്കും ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല. ഈ ഗ്രന്ഥത്തിന് പ്രത്യേകതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിലെ 42-ാമത്തെ ആയത്താണ്. അതിൻ്റെ മുന്നിലൂടെയോ അതിൻ്റെ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. ഖുർആന്റെ പ്രത്യേകതയാണിത്. ഖുർആനിൽ യാതൊരു വിധത്തിലുള്ള അസത്യം ഉണ്ടാകില്ല. ഖുർആനിൽ ഒരു അബദ്ധവും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനും സാധ്യമല്ല. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആൻ, അതിൽ ഒരബദ്ധവുമില്ല. എവിടെയും നമുക്ക് ആരുടെ മുമ്പിലും നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഈ ഖുർആനിലൊരു അബദ്ധമല്ല.
ലോകത്ത് ഏത് പുസ്തകം എടുത്ത് നമുക്ക് പറയാൻ പറ്റും ഇതിൽ അബദ്ധമല്ല, ഇതിലൊരു തെറ്റുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്തിനാണ് നമ്മുടെയൊക്കെ നാടുകളിൽ സിലബസുകളെ ക്രമീകരിക്കുന്ന കമ്മിറ്റികളുണ്ട്. ഇപ്പം നോക്കൂ നിങ്ങൾ, ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ അവിടെയുള്ള സിലബസുകൾ അത് പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതലാണ് അറബി പുസ്തകങ്ങളൊക്കെ, പുതിയ പുസ്തകങ്ങൾ വന്നു. അറബി ഗ്രന്ഥ പുസ്തകങ്ങളൊക്കെ, പാഠപുസ്തകങ്ങളൊക്കെ പുതിയത് വന്നു, കുട്ടികൾക്കറിയാതെ. നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ് ആ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ. ഒരുപക്ഷെ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ, 6 വർഷം കഴിയുമ്പോൾ അതിന് മാറ്റം വരുത്തും അല്ലേ? എത്രയെത്ര പുസ്തകങ്ങളിൽ എന്തെല്ലാം അബദ്ധങ്ങളുണ്ട്. എന്നാൽ എത്ര വർഷമായി ഖുർആൻ നമ്മുടെയൊക്കെ കൈകളിൽ? ഒരബദ്ധം, ഒരു തെറ്റ്, ഒരു വരയിലോ ഒരു പുള്ളിയിലോ എവിടെയെങ്കിലും ഒരു ന്യൂനത ആർക്കെങ്കിലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് വരെ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. എന്തുകൊണ്ടാണത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണെന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്താണ് എന്നുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നിശ്ചയമായും ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, അല്ലാഹുവാണ് ഇറക്കിയത്. അതുകൊണ്ടാണ് അതിൽ അബദ്ധമില്ലാത്തത്, അതുകൊണ്ടാണ് അതിൽ തെറ്റില്ലാത്തത്. എന്നാൽ സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ആളുകളായ നമുക്കതൊരു അത്ഭുതമായി, അതൊരു മുഅ്ജിസത്തായി നമുക്ക് തോന്നിയിട്ടുണ്ടോ? ആ ഖുർആനിനോടുള്ള കടമകൾ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, അൽ ഖുർആനു മഅദൂബത്തുല്ലാഹ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ അടിമകൾക്ക്, അവൻ്റെ ദാസന്മാർക്ക്, അവൻ്റെ സൃഷ്ടികൾക്ക് ഇറക്കിക്കൊടുത്ത ഒരു മഅദൂബത്താണ്. മഅദൂബത്ത് എന്ന പദത്തെ നമ്മൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയാൽ അതിന് ഏറ്റവും നല്ല അർത്ഥം ഒരു സദ്യയാണെന്നാണ്. ഒരു സദ്യ, ഒരു നല്ല വിഭവ സമൃദ്ധമായ സദ്യയാണ് ഖുർആൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫതഅല്ലമു മിൻ മഅദൂബതിഹി മസ്തതഅതും. ഒരു നല്ല സദ്യ കിട്ടിയാൽ ആവുന്നത്രയും നമ്മൾ കഴിക്കും. ഇഷ്ടമുള്ളൊരു സദ്യ ലഭിച്ചാൽ സാധ്യമാകുന്നത്ര നമ്മൾ കഴിക്കും. അതേപോലെ ഖുർആനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വദിച്ച് കഴിക്കണം. ഖുർആനെ നമ്മൾ ആസ്വദിച്ച് പഠിക്കണം എന്നർത്ഥം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് അവൻ്റെ സൃഷ്ടികളായ അടിമകളായ ദാസന്മാരായ എനിക്കും നിങ്ങൾക്കും ഇറക്കി തന്ന സദ്യയാണെന്ത് ഖുർആൻ. പക്ഷെ നമ്മളത് കഴിക്കുന്നുണ്ടോ? നമ്മളതിനെ ആസ്വദിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഖുർആനിനോട് നമുക്ക് ചില കടമകളുണ്ട്, ഈ ഖുർആനിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഞാൻ ഓതി വെച്ച ആയത്താണത്. ഖുർആൻ നേരിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആന്റെ പ്രത്യേകതയാണത്. ഖുർആൻ നേരിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ മുറുകെ പിടിക്കുന്നവർ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഖുർആനാണോ മുന്നിൽ വെക്കുന്നത്, ആ ഖുർആൻ നിങ്ങളെ നേരിലേക്ക് നയിക്കുക, ഉറപ്പാണത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ പഠിപ്പിച്ച ആയത്താണത്. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് എന്ത് ചെയ്യും? വഴി കാണിക്കുന്നതാണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത. വഴിയറിയാത്ത ആളുകൾക്ക് നേരായ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് ഇത് ഖുർആൻ. ഖുർആനിൽ എന്തൊക്കെ കൽപ്പനകളുണ്ട്, എന്നിറങ്ങിയ കൽപ്പനകളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത, ഇന്നത്തെ പുരോഗതികളൊന്നും കൈവരിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഖുർആൻ അവതരിച്ചു അല്ലെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരുണ്ട യുഗമെന്ന് ചരിത്രം പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ച ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ ഇറങ്ങുന്നത് നബിക്ക്. അന്നിറങ്ങിയ ഖുർആൻ, ആ ഖുർആൻ നന്മയാണ് എന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ നന്മയാണ് എന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം തിന്മയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അന്ന് നന്മയായതൊക്കെ ഇന്നും നന്മയാണ്. ഖുർആൻ അന്ന് നന്മയാണ് എന്ന് പഠിപ്പിച്ചതെല്ലാം ഇന്നും നന്മയാണ്. ഖുർആൻ നന്മയാണ് എന്ന് പഠിപ്പിച്ചത് ഏത് സ്ഥലത്തും ഏത് കാലത്തും ഏത് മനുഷ്യർക്കും നന്മയായിരിക്കും. ഖുർആന്റെ നിയമങ്ങൾ വ്യത്യാസമല്ല. ഇന്ത്യക്കാരന് ഖുർആൻ വായിക്കുമ്പോൾ ഒരു നന്മ, അമേരിക്ക അങ്ങനെയല്ല. ഖുർആനിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ നന്മയായിരിക്കും. അതിലൊരു അബദ്ധം ഉണ്ടാവില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആൻ എന്താണ്? അത് നേരിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നന്മ തിന്മയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഖുർആൻ പഠിപ്പിച്ചൊരു നന്മ, ഉദാഹരണത്തിന് ഖുർആൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കളെ പരിഗണിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് പ്രായമായാൽ അവരോട് മാന്യമായി പെരുമാറി. ഇതൊക്കെ ഖുർആനിന്റെ നന്മകളാണ്, ഖുർആൻ പഠിപ്പിച്ച നന്മകളാണ്. ഈ നന്മകൾ ശരിയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഖുർആൻ മുന്നോട്ട് വെച്ച് ഏതെങ്കിലും ഒരു നന്മയെ ചൂണ്ടി അത് ശരിയല്ല ഖുർആൻ പറഞ്ഞെന്ന്. ഖുർആൻ തിന്മയാണ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്.
ഖുർആൻ ശരിയല്ല. ഉദാഹരണത്തിന് മദ്യപാനം, ഖുർആൻ പറഞ്ഞ മദ്യപിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, അതിൽ മനുഷ്യന് ഖൈറില്ല, തിന്മയാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകമാണ് മദ്യമെന്ന്? അത് ഉപകാരമാണെന്ന് പറയാൻ പറ്റുമോ? വ്യഭിചാരം മനുഷ്യൻ സമീപിക്കാൻ പാടില്ല, വ്യഭിചാരത്തോട് അടുക്കരുത്, അത് മ്ലേച്ഛമാണ്, മോശമാണ് എന്ന് ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് വ്യഭിചരിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്, മനുഷ്യന് ഉപകാരമുള്ള കാര്യമാണെന്ന്? മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു ഖുർആൻ. വിശുദ്ധ ഖുർആൻ തിന്മയാണ് എന്ന് പഠിപ്പിച്ച എന്തൊക്കെ കാര്യം അതൊക്കെ എന്നും തിന്മയായിരിക്കും. ഖുർആൻ നന്മയാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളോ അതൊക്കെ എന്നും നന്മയായിരിക്കും. അപ്പോൾ ഖുർആന്റെ പ്രത്യേകത എന്താ? ഞാനും നിങ്ങളും ഖുർആന്റെ ആൾക്കാരാണ്, ഖുർആനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ ഖുർആൻ നമ്മളെ നേരായതിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച ഗ്രന്ഥമാണ്. അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടിയാര ഖുർആനായിരിക്കണം. നമ്മുടെ ഗൈഡ് എന്താണ്? ഖുർആനാണ്. ഖുർആനെ മുന്നിൽ വെച്ച് നമ്മൾ ജീവിക്കുക. ഒരു നല്ല വിദ്യാർത്ഥിയാകണം, ഖുർആൻ പഠിച്ചാൽ മതി. ഒരു നല്ല രക്ഷിതാവാകണം, ഖുർആൻ ഓതിയാൽ മതി. ഒരു നല്ല ഭർത്താവാകണം, ഖുർആൻ പഠിച്ചാൽ മതി. ഒരു നല്ല നേതാവാകണം, ഖുർആൻ പഠിച്ചാൽ മതി. കാരണം എന്താ? ഖുർആൻ സമ്പൂർണ്ണമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ട നിയമങ്ങൾ എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. ഖുർആനിലും അതിന്റെ വിശദീകരണത്തിലുമുണ്ട്. ഒരു കച്ചവടക്കാരനാകണോ, ഖുർആൻ പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഖുർആനിനെ മുന്നിൽ വെക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആ ഖുർആൻ എവിടെയാണ് നമ്മളെ സ്വാധീനിച്ചത്? ആ ഖുർആനിലെ ഏത് ആയത്തുകളാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്? എത്ര കാലമായി ഞാൻ നിങ്ങളുമൊക്കെ ഖുർആൻ ഓതുന്നു? ആ ഖുർആനിൽ ഇന്ന ഒരായത്ത് എന്നെ സ്വാധീനിച്ചു, ഇന്ന ആയത്ത് കൊണ്ട് എനിക്ക് മാറ്റമുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ മദീനത്തെ പള്ളിയുടെ സമീപത്ത് കൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ അയാളുടെ നമസ്കരിക്കുന്നത് കണ്ടത്. രാത്രി നിസ്കരിക്കണം അയാൾ. ആ രാത്രി നമസ്കാരത്തിൽ ആ മനുഷ്യൻ സൂറത്തു തൂറാണ് പാരായണം ചെയ്യുന്നത്. സൂറത്തു തൂറിൽ ഒരു ആയത്തുണ്ട്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. അയാൾ നിസ്കരിക്കുമ്പോൾ ഉറക്കം ഇങ്ങനെ പാരായണം ചെയ്തപ്പോൾ ആ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അങ്ങനെ തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. ചരിത്രം പറയുന്നത് ഈ ആയത്ത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നു എന്നാണ്. പേടിച്ചിട്ട് അദ്ദേഹം കുറച്ച് ദിവസം പുറത്തിറങ്ങാതെയായി. ആളുകളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ, രോഗിയായ അദ്ദേഹത്തെ രോഗം കാണാൻ വേണ്ടി പോയി, രോഗിയെ സന്ദർശിക്കാൻ. പക്ഷെ ആളുകൾക്ക് അറിയില്ല എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന്. അദ്ദേഹത്തിന് പറ്റിയത് എന്താ? ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന് രോഗം വന്നതാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കും, അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് കേട്ടപ്പോൾ പേടിച്ചു അദ്ദേഹം. അത്രമാത്രം അവരുടെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിച്ചെന്നു എന്നാണ്. എത്ര ആയത്ത് നമ്മളെ കോതി? ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരായത്തിന്റെ മുമ്പിൽ നമ്മൾ പേടിച്ചൊന്ന് ഇരുന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എത്രയെത്ര ആളുകളുടെ ഹൃദയങ്ങളെ മാറ്റിയ ഗ്രന്ഥമാണ് ഖുർആൻ. എത്രയെത്ര ആളുകളെ വൃത്തികെട്ട ജീവിതത്തിൽ നിന്ന് നേരായ ജീവിതത്തിലേക്ക് നയിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. എത്രയെത്ര ആളുകൾക്ക് നന്മ നിറഞ്ഞ ജീവിതം സമ്മാനിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ ഓതുന്ന ആൾക്കാരെ ഞാനും നിങ്ങൾ. ആ ഖുർആനാണ് മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഖുർആനാണ് നമ്മുടെ വീട്ടിന്റെ ഷെൽഫുകളിൽ ഭദ്രമായി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ആ ഖുർആനിലെ പല ആയത്തുകളും മനഃപ്പാടമുള്ളവരാണ് ഞാനും നിങ്ങളും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആ ഖുർആൻ നമ്മളെ സ്വാധീനിക്കണില്ല. ആ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് തമീം ഗോത്രക്കാർ വരുന്നുണ്ട്. തമീം ഗോത്രക്കാരായ ആളുകൾ വന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിച്ചവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ തമീം ഗോത്രക്കാർക്ക് ഒരു നേതാവിനെ നിശ്ചയിച്ചു കൊടുക്കണമെന്നൊരു ചർച്ച വന്നു. അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു നേതാവ് ഉണ്ടാകണം, അവർ പറയുന്നത് അനുസരിക്കുന്നൊരു നേതാവ്. അപ്പം ആരെയാക്കണം നേതാവ്? അവിടെ ചർച്ചയുണ്ടായി. ആ ചർച്ചക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഇന്നയാളെ നേതാവാക്കണം. ഉമർ റളിയല്ലാഹു പറഞ്ഞു അല്ല, ഇന്നയാളെ നേതാവാക്കേണ്ടത്. നബി ഉണ്ട് അവിടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. അങ്ങനെ അബൂബക്കറും ഉമറും തർക്കിക്കാൻ തുടങ്ങി. റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും തർക്കിക്കാൻ തുടങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് ഇന്നയാളെ നേതാവാക്കണം, ഇന്നയാളെ നേതാവാക്കണം എന്ന് പറഞ്ഞ് അവർ പരസ്പരം തർക്കിച്ചു. അങ്ങനെ അവരുടെ ശബ്ദം ഉയർന്നു, കുറച്ച് ഉറക്കെ ശബ്ദിക്കാൻ തുടങ്ങി. തർക്കാണല്ലോ. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്. എന്താ ആയത്തറിയോ? യാ അയ്യുഹല്ലദീന ആമനു ലതർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന് പറയുന്ന ആയത്തിറങ്ങുന്നത്. സത്യവിശ്വാസികളെ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. നബിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഉറക്കം ചെയ്യാൻ പാടില്ല, ഒച്ചടാൻ പാടില്ല. ഈ ആയത്തിറങ്ങി. സഹോദരങ്ങളെ, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പറയുമ്പോൾ നബിക്കത് കേൾക്കാൻ പ്രയാസമായിരുന്നു. നബിക്ക് കേൾക്കാൻ പ്രയാസമായി. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത്രയും പതുക്കെ അദ്ദേഹം പറയാം. കാരണം അല്ലാഹ് പറഞ്ഞതാ, നബിന്റെ മുകളിൽ നബിയുള്ള സദസ്സ് നിങ്ങൾ ഉറക്കെ സംസാരിക്കരുത്, ശബ്ദം ഉണ്ടാക്കുക. അത് കേട്ടു അദ്ദേഹം, അതനുസരിച്ചു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പതുക്കെ സംസാരിക്കുക, മെല്ലെ സംസാരിക്കുക. കാരണം എന്താ? ഖുർആനിന്റെ ഈ കൽപ്പന എങ്ങാനും തെറ്റുമോ എന്ന് പേടിച്ചിട്ട്. എത്ര ആയത്ത് നമ്മളൊക്കെ ഓതിപ്പോയി, എന്തൊക്കെ കൽപ്പനകൾ നമ്മൾ ഓതിപ്പോയി. പല തിന്മകളും ചെയ്യരുത് എന്ന ആയത്തുകൾ പലതവണ ജീവിതത്തിൽ ഓതിയവരാണ് നമ്മൾ. ആ ആയത്ത് ഓതിയാണ്ട് തിന്മ ചെയ്യുന്ന മനുഷ്യന്മാരെ. മദ്യപിക്കരുതെന്നുണ്ട്, വ്യഭിചരിക്കരുതെന്നുണ്ട്, മോഷ്ടിക്കരുതെന്നുണ്ട്, തെറി പറയരുതെന്നുണ്ട്, അല്ലെ? എന്തൊക്കെ നന്മകൾ, എന്തൊക്കെ തിന്മകൾ ഖുർആന്റെ കൽപ്പനകളിൽ വന്നത് ഒഴിവാക്കാൻ, ഇതൊക്കെ ഓതുന്ന ആൾക്കാരാ. എന്നിട്ട് അതൊക്കെ നമ്മൾ ചെയ്യാം. പരിഹസിക്കരുതെന്ന് പറഞ്ഞു, അല്ലേ? മറ്റുള്ള ആളുകളെ പരിഹസിക്കാൻ പാടില്ല. നമുക്ക് പറയാൻ പറ്റും ഞാൻ ആരെയും പരിഹസിക്കാത്തവനാണെന്ന്? ആ ഖുർആനിന്റെ ആയത്ത് എന്തേ നമ്മളെ സ്വാധീനിക്കാത്തത്? വിശുദ്ധ ഖുർആനിൽ സംഗീതം ആസ്വദിക്കുന്നത് പാടില്ല എന്ന് പഠിപ്പിച്ചു. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം ആസ്വദിക്കുന്നത് തെറ്റാണ്, കുറ്റമാണെന്ന് പഠിപ്പിച്ചു. അത് ഓതുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നിരന്തരം പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിക്കൊക്കെ ഉപയോഗിച്ചുള്ള പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വലിയ പ്രശ്നമല്ല നമുക്ക്. അപ്പൊ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ് എന്ന് പറയുന്നു. പക്ഷേ ആ ഖുർആൻ എന്ത് ചെയ്യുന്നില്ല? നമ്മളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ അതൊരത്ഭുതമാണ്. ആ ഖുർആനിലെ ആയത്തുകൾ ആഴത്തിൽ പഠിക്കാനും അത് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഖുർആൻ കൊണ്ട് യാതൊരു നേട്ടവും നമുക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് ഖുർആൻ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാവണം. നമ്മളിന്ന് പലതും പഠിക്കുന്ന ആൾക്കാരാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ വൈവിധ്യം നിറഞ്ഞ അറിവുകൾ നമ്മളൊക്കെ സമ്പാദിക്കുന്നുണ്ട്, അല്ലെ? പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കുന്ന ഈ ആൾക്കാരാണ് നമ്മൾ. ചെറിയ കുട്ടികൾ വരെ അത്ഭുതകരമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മളൊക്കെ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താ? ഖുർആനാണ് സഹോദരങ്ങൾ. അതിലൂടെയാണ് നമ്മുടെ വിജയമുള്ളത്. മാത്സും സയൻസും ബയോളജിയും മറ്റുള്ള അറിവുകളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ ഏറ്റവും വലിയ അറിവ് ഏതാ? ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ? മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായ ആളുകൾ, ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണെന്നാണ്. നമുക്ക് ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം. ഖുർആൻ കേവലം പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമല്ല. ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമല്ല, വെറുതെ അങ്ങനെ ഓതിപ്പോകേണ്ട ഒരു ഗ്രന്ഥമല്ല. മറിച്ച് എന്തിനുള്ള ഗ്രന്ഥമാണ്? അതിൻ്റെ ആശയസഹിതം ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കാണണം. ഖുർആൻ ആശയം പഠിക്കണം. ഖുർആൻ എന്താ ഈ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് ഖുർആനിൻ്റെ മധു നുകരാൻ നമുക്ക് സാധിക്കുക. സാധാരണ പറയാറുണ്ട്, ഒരു നൗഫറ എന്ന് പറയുന്ന ചെടിയുടെ ചുവട്ടിലുള്ള ഒരു തവള. പള്ളി ദർസുകൾ പഠിക്കുന്ന കിതാബിലൊരു ബെയ്ത്തിൻ്റെ ആശയമാണ്. ഒരു ചെടിയുടെ നല്ല സുഗന്ധം പരത്തുന്ന ഒരു ചെടിയുടെ നേരെ ചുവട്ടിലുള്ള ഒരു തവള. ആ തവളക്കൊരിക്കലും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടറിയോ? തവളക്ക് സുഗന്ധം ആസ്വദിക്കാനുള്ള തരിമൂക്കില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ചെടിയുടെ സുഗന്ധം പരത്തുന്ന ചെടിയുടെ ചുവട്ടിലുള്ള തവളകളെ പോലെയാണ് ഞാനും നിങ്ങളും. അത്രമാത്രം സുഗന്ധം പരത്തുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതിൻ്റെ മധു നുകരാൻ, അതിനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ വിദൂര ദിക്കുകളിൽ നിന്ന് വണ്ടുകൾ വന്ന് ആ പൂവിൻ്റെ മധു നുകരുന്നു, തേൻ നുകർന്നു കൊണ്ടുപോകുന്നു. ഇതേ അവസ്ഥയാണ്, അല്ലേ? വേറെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഖുർആനിനെ കുറിച്ച് പഠിച്ച്, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കി അവർ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ്. അവർ ഖുർആനിൻ്റെ ആളുകളാകാണ്. അവർ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയാണ്. ഖുർആൻ്റെ ആൾക്കാരായ നമ്മളോ? നമുക്ക് നേരല്ല പഠിക്കാൻ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും എന്ത് ചെയ്യണം? നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിതമായ സമയം ഖുർആൻ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ അതുണ്ടാക്കുന്ന നഷ്ടം വലുതായിരിക്കുമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അറാബിയായ ഒരു മനുഷ്യൻ, അറാബിയായ അപരിഷ്കൃതനായ ഒരു കാട്ടറബിയായ മനുഷ്യൻ, അയാൾ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം പാരായണം ചെയ്തു.
സൂറത്തു തകാസുറാണ് അയാൾ ഓതുന്നത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് അയാൾ കേട്ടു. ഈ ആയത്ത് അയാൾ ഇങ്ങനെ ഒരാൾ ഓതുന്നത് കേട്ടു. ഈ ആയത്ത് കേട്ട ഉടൻ അയാൾ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, പരലോകമുണ്ട് എന്ന്. പരലോകമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആ അറാബിയായ സ്കൂളിലും മദ്രസയിലൊന്നും പഠിക്കാത്ത മനുഷ്യൻ പറഞ്ഞു. എങ്ങനെയാണിത് പറഞ്ഞിട്ടുണ്ടാകുക? എന്തുകൊണ്ട് അയാളിത് പറഞ്ഞിട്ടുണ്ടാകുക? ഈ ആയത്തിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന ഉണ്ടോ? ഖുർആൻ ആഴത്തിൽ പഠിക്കുന്ന ഒരാൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഖുർആനിൽ പറയുന്നത്? അൽഹാകുമുത് തകാസുർ, നിങ്ങളുടെ ഈ പെരുമ, നടിക്കലും അഹങ്കാരവും ഇതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ നിൽക്കും, അതൊക്കെ അവസാനിക്കും. ഏതുവരെ എന്നറിയോ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരേക്കും. ഇതൊക്കെ ഉള്ളത് ഏതുവരെയാ? ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഖബറുകളിൽ എത്തുന്നത് വരെ. മരിച്ചാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അറബി പറഞ്ഞ വാചകം എന്താ അറിയോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഈ ദുനിയാവിൽ എന്ത് ചെയ്യും? നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഹത്താ സുർതുമുൽ മഖാബിർ, സിയാറത്ത് എന്ന പദമാണ് അവിടെ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സന്ദർശനമാണ്, സന്ദർശനമാണ്. അപ്പൊ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുമെന്നാണ്. ഒരിക്കലും സന്ദർശകൻ എന്തല്ല, അവിടെ സ്ഥിരതാമസക്കാരനാവൂല. സന്ദർശകൻ ആ സന്ദർശന ദൗത്യം പൂർത്തിയാക്കിയാൽ അവിടുന്ന് മടങ്ങും. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ഖബറിൽ സന്ദർശകരാണ്. ആ സന്ദർശകരായ നമ്മൾ ഖബറിന്ന് മടങ്ങും. ആ ഒരൊറ്റ വാചകം കൊണ്ടാണ് അയാൾ എന്ത് മനസ്സിലാക്കിയത്? പരലോകം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കാരണം ഖബറിൽ നിന്ന് മടങ്ങിയാൽ മറ്റൊരു ജീവിതമുണ്ട്, പിന്നെ ഖബറുണ്ട്. ഖബറിൽ സന്ദർശകനാണ്. സന്ദർശനം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടുന്ന് മടങ്ങും, പരലോകത്തേക്ക് മടങ്ങും, അതിനപ്പുറമുള്ള ലോകത്തേക്ക് മടങ്ങും. അതുകൊണ്ടാണ് അയാൾ ഖിയാമത്ത് നാൾ സത്യം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ ഒരു തലത്തിൽ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് പള്ളിയിൽ വരിക എന്നുള്ളത് അല്ലാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ, ജുമഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് വരണമെന്നാണ്. പരിശുദ്ധമായ ഈ പള്ളിയുടെ കവാടത്തിൽ ഇന്ന് ചില മലക്കുകൾ വന്നിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അവർ വരും. ആ മലക്കുകൾ വെള്ളിയാഴ്ച ദിവസം വാതിലിൻ്റെ സമീപത്തിരുന്ന് പള്ളിയിലേക്ക് വരുന്ന ആളുകളെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തും. ഇന്നയാൾ വന്നു, ഇന്നയാളുകളൊക്കെ വന്നു. എന്നാൽ ആ മലക്കുകൾ ഈ മിമ്പറിൽ ഖുത്ബ പറയാൻ വേണ്ടി ഖതീബ് കയറി സലാം പറഞ്ഞാൽ, ഖുത്ബ ആരംഭിക്കുകയാണ് എന്നതിൻ്റെ ഭാഗമായി സലാം പറഞ്ഞാൽ, ആ മലക്കുകൾ അവരുടെ പേജുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ മടക്കി വെക്കും. അവർ ഈ ഖുത്ബ ശ്രദ്ധിക്കും. ഇന്ന് ഈ പള്ളിയിലിരിക്കുന്ന സഹോദരങ്ങളുടെ കൂടെ മലക്കുകൾ ഈ പള്ളിയിൽ ഖുത്ബ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്തിനാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജുമാ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ എത്തുക എന്നുള്ളത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ജുമാ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ വരുന്നത് എങ്കിൽ മലക്കുകളുടെ ആ പേജുകളിൽ നമുക്കിടണ്ടാവില്ല, അവർ നമ്മളെ രേഖപ്പെടുത്തൂല. നമ്മൾ കാരണമുണ്ടായിട്ടാണ് വൈകിയത് എങ്കിൽ പ്രശ്നമല്ല. പള്ളിയിലേക്ക് വരാൻ തടസ്സമുണ്ടായിരുന്നു, നേരം വൈകാൻ കാരണമുണ്ടായിരുന്നു എങ്കിൽ പ്രശ്നമല്ല. അല്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും സാധ്യമാകുന്ന അത്ര നേരത്തെ പള്ളിയിൽ വരണം. സാധ്യമാകുന്ന അത്ര നേരത്തെ പള്ളിയിൽ വരണം. മുൻഗാമികളായ ആളുകൾ പലരെയും ജയിലിൽ ആളുകൾ പിടിച്ചിട്ടു. അന്നത്തെ ഭരണാധികാരികൾ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെയുള്ള പല പണ്ഡിതന്മാരെയും ജയിലിൽ പിടിച്ചിട്ടുണ്ട്. അവർ വെള്ളിയാഴ്ച ദിവസം രാവിലെ അവർ കുളിക്കും ജയിലിൽ നിന്ന്.
രാവിലെ കുളിച്ച് അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അവർ ജയിലിലാണുള്ളത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ജയിലിൽ നിന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി നടക്കും. പുറത്തിറങ്ങി നടന്ന ജയിലിൻ്റെ ഗേറ്റിൻ്റെ സമീപം വാതിൽക്കലെത്തും. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? അപ്പോൾ അവർ പറയും, ഞാൻ കുളിച്ചൊരുങ്ങി ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പാറാവുകാർ ചോദിക്കും, നിങ്ങൾ ജയിലിലല്ലേ, നിങ്ങളെങ്ങനെ പുറത്തു പോകുക? നിങ്ങൾക്ക് പുറത്തു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താ അറിയുമോ? വെള്ളിയാഴ്ച ദിവസം പള്ളിക്ക് പോകുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ആ ദൗത്യം നിർവഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനുവേണ്ടി ഇറങ്ങിയതാണ്. തടഞ്ഞാൽ നിങ്ങൾ തടഞ്ഞു, പ്രശ്നമല്ല, ഞാൻ പോകൂല, എനിക്ക് തടസ്സമുണ്ടായി, എനിക്ക് അള്ളാഹിനോട് പറയാം, ഞാൻ ജയിലിലായതുകൊണ്ട് എന്നെ ഇവർ തടഞ്ഞു, അതുകൊണ്ട് പോയില്ല എന്ന് പറയാം. പക്ഷേ എനിക്കൊരു നിയ്യത്തുണ്ട് പള്ളിയിൽ പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെയായിരുന്നു മുൻഗാമികളായ ആളുകൾ. ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പോലും നേരത്തെ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ആലോചിക്കുക. നമ്മുടെ സമയം, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ സമീപത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് എങ്കിൽ നേരത്തെ പള്ളിയിൽ വരാൻ, നിങ്ങൾ നേരത്തെ വരുന്ന ആൾക്കാരാണ്, കഴിവിൻ്റെ പരമാവധി നേരത്തെ വരാനും വന്ന് പള്ളിയിൽ അതിൻ്റെ അതപോടുകൂടെ ഈ പള്ളി പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് അജ്ർ നമുക്ക് കിട്ടണം, കൂലി നമുക്ക് കടമ തീർക്കാൻ വേണ്ടി നമ്മൾ ആരും പള്ളിയിൽ വരരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, കടമ തീർക്കാൻ വേണ്ടി വരരുത്. ഒരാഴ്ച നമുക്ക് അള്ളാൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം പള്ളിയിൽ വരാമെന്ന്. നിങ്ങളിവിടെ ഇരിക്കുന്നതിന് കൂലിയുണ്ട്, ഇവിടെ വന്ന് ഈ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് കൂലിയുണ്ട്. ഇതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ ഇഖ്ലാസോടുകൂടെ എന്ത് ചെയ്യുക, നമ്മൾ പള്ളിയിൽ വന്നിരിക്കുക. പള്ളിയിൽ വന്നാൽ നേരെ മുന്നിൽ കയറി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ബാക്കിലിരുന്ന്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒന്ന് നേരെ മുന്നിൽ വന്നിരിക്കാൻ വേണ്ടി പഠിക്കണം. നമ്മൾ ഒന്നാമത്തെ സ്വപ്പിൽ വന്നിരിക്കുന്ന ആൾക്ക് പ്രത്യേക കൂലിയുണ്ട്. അതിനുശേഷം ഒന്ന് പൂർത്തിയായാൽ രണ്ട്, അതേപോലെ ഇനി നമ്മൾ സ്വപ്പുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. സ്വപ്പുകളൊക്കെ ഒരു നേരെ ഇരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവാചകൻ്റെ ചര്യകളൊക്കെ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.